ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഈ വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏകാദശികളിലൊന്നായ നിർജ്ജല ഏകാദശി ജൂൺ 25 വ്യാഴാഴ്ചയാണ് വരുന്നത്. ശ്രീ മഹാവിഷ്ണു ആരാധന ഭക്തിപൂർവം ചെയ്ത് ഈ ഏകാദശി ജലപാനം പോലും ഒഴിവാക്കി അനുഷ്ഠിക്കുന്നതിലൂടെ വർഷത്തിലെ മുഴുവൻ ഏകാദശി വ്രതങ്ങളുടെ എല്ലാ പുണ്യവും ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. മിഥുനമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് നിർജ്ജല ഏകാദശി. നിർജ്ജലം എന്നാൽ ജലമില്ലാതെ എന്നാണല്ലോ. ജലം, അന്നം എല്ലാം ത്യജിച്ചുകൊണ്ട് ഈ ഏകാദശി വ്രതം നോറ്റാൽ എല്ലാ കഷ്ടതകളും മാറി മനസ്സമാധാനവും സന്തോഷവും പ്രാപ്തമാകും. ഈ ഏകാദശി ഭീമ ഏകാദശി അഥവാ ഭീമസേനി ഏകാദശി എന്നും അറിയപ്പെടുന്നു. അതിൻ്റെ ഐതിഹ്യ കഥ ചുരുക്കി പറയാം. ഭീമനൊഴികെ പഞ്ചപാണ്ഡവരിൽ ബാക്കി എല്ലാവരും, ഒപ്പം ദ്രൗപദിയും കുന്തിദേവിയും ഏകാദശി വ്രതം പതിവായി അനുഷ്ഠിക്കുമായിരുന്നു. പക്ഷേ ശക്തനായ ഭീമന് തൻ്റെ അമിത വിശപ്പ് തരണം ചെയ്യുവാനുള്ള ശക്തി മാത്രം ഇല്ലായിരുന്നു. അതിനാൽ ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ ബുദ്ധിമുട്ടുമായിരുന്നു. ഇക്കാരണത്താൽ ദുഃഖിതനായ ഭീമൻ വ്യാസഭഗവാനോട് മാർഗനിർദ്ദേശം തേടി. അദ്ദേഹം കഠിനവ്രതത്തോടെ നിർജ്ജല ഏകാദശി അനുഷ്ഠിക്കാൻ ഭീമന് നിർദ്ദേശിച്ചു. അങ്ങനെ ഭീമസേനൻ നിർജ്ജല ഏകാദശി കഠിനവ്രതത്തോടെ അനുഷ്ഠിച്ചതിലൂടെ അദ്ദേഹത്തിന് എല്ലാ 24 ഏകാദശികളുടെയും പുണ്യം ലഭിക്കുകയുണ്ടായി എന്നാണ് ഐതിഹ്യം. അന്നു മുതലാണ് നിർജ്ജല ഏകാദശി ഭീമ ഏകാദശി അഥവാ ഭീമസേനി ഏകാദശി എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. ഏകാദശികൾ ഭഗവാൻ കൃഷ്ണനോടും മഹാവിഷ്ണുവിനോടുമുള്ള ഭക്തി, ആത്മവിശ്വാസം, സമർപ്പണം എന്നിവയുടെ പ്രാധാന്യം നമ്മെ പഠിപ്പിക്കുന്നു. അതിലുപരി ഏകാദശി വ്രതത്തിനൊപ്പം പ്രാർത്ഥന, ജപം, ആത്മീയ അറിവ് എന്നിവയിലൂടെ ഭഗവാന്റെ സ്മരണ നിലനിർത്തുക എന്നുള്ളതാണ് പ്രധാനം. നിർജ്ജല ഏകാദശി അനുഷ്ഠിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഫലങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലെ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾ ക്ഷമിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഒപ്പം മുൻജന്മ കർമ്മദോഷങ്ങൾ അകലുന്നു. മനസ്സമാധാനം, കുടുംബ ഭദ്രത, സന്തോഷം എല്ലാം ഉണ്ടാകുന്നു. ഉപവാസം നമ്മെ മാനസികമായും ശാരീരികമായും ശക്തിപ്പെടുത്തുന്നു. അന്നേ ദിവസം വിഷ്ണു ക്ഷേത്രമോ ശ്രീകൃഷ്ണ ക്ഷേത്രമോ ദർശനം നടത്തുക. ഒപ്പം തുളസിമാല, ഭാഗ്യസൂക്തം, പുരുഷസൂക്തം, തൃക്കൈവെണ്ണ മുതലായ വഴിപാടുകൾ നടത്തുക എന്നിവയൊക്കെ ഐശ്വര്യപ്രദമാണ്. ഭവനങ്ങളിൽ രാവിലെയും വൈകുന്നേരവും നെയ്വിളക്ക് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് മഹാവിഷ്ണുവിനെ ഒപ്പം മഹാലക്ഷ്മിയെ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ നടത്തുക. അന്നേ ദിവസം ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ ശ്രീകൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയോ ഓം നമോ നാരായണായ എന്ന് പരമാവധി ജപിക്കുകയോ ചെയ്യുന്നത് മതിയാകും. ഒപ്പം വിഷ്ണു സഹസ്രനാമം, ഹരിനാമ സങ്കീർത്തനം എന്നിവ ജപിക്കുവാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക. ഏകാദശി തിഥി ജൂൺ 24 6:12 PM തുടങ്ങി 25 8:09 PM അവസാനിക്കുന്നു. പാരണ 26 5:05 AM മുതൽ 8:18 AM വരെയാണ്. നന്ദി, നമസ്കാരം.